തന്നെ ഒറ്റയ്ക്കാക്കാതെ തലോടുന്ന തിരയോട് കരയ്ക്കെന്താവും പറയാനുള്ളത്? അവർ തമ്മിലുള്ള സ്നേഹത്തിന് എത്ര ആഴമുണ്ടായിരിക്കും? കടലോളം തന്നെ ആഴമുണ്ടായിരിക്കാം. ഈ തിര പോലെ നമ്മെ തലോടുന്ന പലരുമല്ലേ നമ്മളുടെ ജീവിതത്തിന് നിറം കൂട്ടുന്നത്? എന്താണ് ജീവിതത്തിൻ്റെ നിയോഗം എന്നാലോചിക്കുമ്പോൾ അന്ന് അവൾ ഈ കടൽ തീരത്ത് വെച്ച് ചോദിച്ച ചോദ്യമാണ് ഓർമ്മയിൽ വരുന്നത്. ആ ദിവസം വർഷങ്ങൾക്കുമിപ്പുറം ഇന്നലെ പോലെ തോന്നുന്നു. സിസ്റ്ററെ, നമുക്ക് ആകെ വന്നിട്ടുള്ള ചിലവ് 500 രൂപ. ഇനിയിപ്പോൾ ചില്ലറ ചിലവ് വേറെ വന്നാലായി. പിന്നെ സിസ്റ്റർ വന്ന എന്തായാലും നന്നായി. അല്ലെങ്കിൽ കൊച്ചച്ഛൻ കൈയൊഴിഞ്ഞപ്പോൾ ഞാനടുത്ത് പരിപാടി നടക്കത്തില്ലെന്ന് ഇമാരോടൊക്കെ എന്ത് പറയണം. ഡാ മാർട്ടി, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ സിസ്റ്റർ, ഇപ്പോൾ വരാവേ. അനു, താൻ ഹാപ്പി അല്ലേടോ? ആ സിസ്റ്റർ, എന്താ അങ്ങനെ ചോദിച്ചേ? ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ. സിസ്റ്റർ ഹാപ്പിയാണോ? അല്ല, എനിക്കൊന്നും ഈ ഒരു ലൈഫ് സ്റ്റൈൽ ചിന്തിക്കാൻ പോലും കഴിയില്ല. സിസ്റ്റർ എങ്ങനെയാണ് ഈ ഒരു ലൈഫ് സ്റ്റൈൽ തിരഞ്ഞെടുത്തേ? എന്തായിരുന്നു അതിനുള്ളൊരു പ്രചോദനം? ഈ ജീവിതവും ജീവനും നമ്മൾ തിരഞ്ഞെടുത്തതല്ല. ഈ ജീവനും ജീവിതവും നമ്മെ തിരഞ്ഞെടുത്തതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഞാൻ ജനിച്ചു വളർന്നത് ചേർത്തലയിലുള്ള ഒരു സാധാരണ കുടുംബത്തിലാണ് മോളെ. അപ്പനും അമ്മയും ഞാനുമുള്ള ചെറിയൊരു കുടുംബം. ദൈവത്തിൻ്റെ കൂടെ ദിവസം തുടങ്ങണമെന്ന് അപ്പച്ചൻ എപ്പോഴും പറയുമായിരുന്നു. എന്നും രാവിലെ ഞങ്ങൾ തൊട്ടടുത്തുള്ള മഠം ചാപ്പലിൽ വിശുദ്ധ കുർബാനയ്ക്കായി പോകുമായിരുന്നു. വിശുദ്ധ കുർബാനയിൽ ദൈവത്തിന് ആ ദിവസം കൊടുത്താൽ പിന്നെ ഞാൻ വീട്ടിലേക്ക് പോകുന്നത് എൻ്റെ സിസ്റ്റർ അമ്മമാരുടെ കൂടെയായിരുന്നു. വിശേഷങ്ങൾ ചോദിച്ചും ചിരിച്ചും കഥകൾ പറഞ്ഞും അവർ എൻ്റെ കൂടെ കൂടും. അമലോത്ഭവ മാതാവിൻ്റെ അസീസി സഹോദരികൾ. സ്കൂൾ വിട്ടുവന്ന് വീട്ടിൽ അമ്മയെ ഒന്ന് സഹായിച്ചാൽ പിന്നെ ഞാൻ അമ്മയോട് ചോദിച്ചിട്ട് മഠത്തിലേക്ക് ഓടുമായിരുന്നു. അവരുടെ ജോലികൾക്കിടയിലും സ്നേഹച്ചിരിയോടെ അവർ എന്നെ എന്നും സ്വീകരിക്കുമായിരുന്നു. അമ്മ, വീട്, സ്നേഹം, ഈ പദങ്ങളെല്ലാം ഒരാളിലേക്കോ
സ്ഥലത്തേക്കോ മാത്രം ഒതുങ്ങുന്നവയല്ല എന്ന് എനിക്കെന്നോ തോന്നാൻ കാരണം ഇവരുടെ എല്ലാം സ്നേഹമായിരുന്നു. ആ സ്നേഹം ഒന്നിലും ഒതുങ്ങാതെ ഒരു കാറ്റുപോലെ വന്ന് നമ്മെ പൊതിയുന്നു എന്ന് പറയുന്നത് എത്ര ശരിയാണ്. എന്നും സന്ധ്യാപ്രാർത്ഥനയുടെ നേരത്ത് അമ്മ വായിക്കുന്ന ഒരു വചനഭാഗമുണ്ട്. വിശുദ്ധ പൗലോസ് കോറിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് എന്നെ ഏറെ സ്വാധീനിച്ച ആ വചനം മാംസമായി മനുഷ്യരായി നമ്മുടെയൊക്കെ ഇടയിൽ ജീവിക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഞാൻ മനുഷ്യരുടെയും ദൈവദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെയോ ചിലമ്പുന്ന കൈത്താളമോ ആണ്. എനിക്ക് പ്രവചനവരമുണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങളും ഞാൻ ഗ്രഹിക്കുകയും ചെയ്താലും സകല വിജ്ഞാനവും മലകളെ മാറ്റാൻ തക്ക വിശ്വാസവും എനിക്കുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. ഞാൻ എൻ്റെ സർവ്വസമ്പത്തും ദാനം ചെയ്താലും എൻ്റെ ശരീരം ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ എനിക്കൊരു പ്രയോജനവുമില്ല. ഞാൻ വളർന്നത് ആ സ്നേഹത്തിലേക്കായിരുന്നു. സ്നേഹം ദീർഘക്ഷമയും ദയയുള്ളതുമാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല. സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല, അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു. സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. ആ സ്നേഹം എൻ്റെ ആത്മാവിനെ അപ്പോഴേക്കും പൊതിഞ്ഞു തുടങ്ങിയിരുന്നു. ആ സ്നേഹം എൻ്റെ ജീവിതത്തിൻ്റെ ദിശയെ തന്നെ മാറ്റി തുടങ്ങിയിരുന്നു. ചില യാത്രകൾക്കായി ദൈവം നമ്മെ ഒരുക്കുന്നത് എത്ര മനോഹരമായിട്ടാണല്ലേ സിസ്റ്റർ.
നമ്മുടെ കൂടെ നടന്ന് നയിക്കുന്ന പോലെ. തിരിഞ്ഞു നോക്കുമ്പോൾ ജീവിതത്തിലെ പ്രിയപ്പെട്ടവർ ചിലരോട് യാത്ര പറഞ്ഞ് പ്രിയപ്പെട്ടവനിലേക്ക് നടന്നെടുത്ത ഒരു യാത്ര. സ്നേഹത്തോടെയുള്ള ഒരു യാത്ര പറച്ചിൽ. ഞാൻ പോകുന്നത് എന്നെ നിരന്തരമായി സ്നേഹിക്കുന്ന എൻ്റെ മണവാളനിലേക്കാണെന്ന് ഞാൻ അപ്പോഴേക്കും മനസ്സിലാക്കിയിരുന്നു. ജ്ഞാനത്തിൻ്റെ നിറവിൽ അവൻ്റെ വിശുദ്ധ അനുയായികൾ തെളിച്ചു വച്ച വഴി, ആ വഴിയിലൂടെ സ്നേഹത്തിലേക്ക് മറ്റുള്ളവരെ നയിക്കാൻ ഞാനും ചേർന്നു. അമലോത്ഭവ മാതാവിൻ്റെ അസീസി സഹോദരികൾ എന്ന കുടുംബത്തിലേക്ക്. ദൈവദാസൻ കണ്ടത്തിലച്ചൻ ക്രൂശിതനായി തുറന്ന വഴി അതിപ്രകാരമായിരുന്നു. ഇരുട്ടിലുള്ളവർക്ക് പ്രകാശമാകാൻ. ശബ്ദമില്ലാത്തവർക്ക് ശബ്ദമാകാൻ. ബുദ്ധിവൈകല്യമുള്ളവർക്ക് സാമീപ്യമാകാൻ.
ഒറ്റയ്ക്കായി എന്ന് തോന്നുന്നവർക്ക് സാന്ത്വനമാകാൻ. രോഗികൾക്ക് കൈത്താങ്ങാകാൻ. മനസ്സു വിഷമിക്കുന്നവർക്ക് ആശ്വാസമാകാൻ. കണ്ടുമുട്ടുന്നവരിൽ സ്നേഹത്തിൻ്റെ വിത്തുപാകാൻ. വിശുദ്ധ ബലിയിൽ അവിടുത്തോടൊന്നു ചേർന്ന് മറ്റൊരു ബലിയായി സാക്ഷ്യമാകാൻ ഞാൻ എൻ്റെ ജീവിതം അവിടുത്തെ തിരുഹൃദയത്തിൽ ഏൽപ്പിച്ചു. സ്നേഹമെന്ന ആ പ്രേരണാശക്തി ഭാരമുള്ളതിനെയെല്ലാം ഭാരമില്ലാതാക്കി, കയ്പുള്ളതിനെയെല്ലാം മധുരമാക്കി, ഇരുട്ടായിരുന്നതിനെയെല്ലാം വെളിച്ചമാക്കി. ആ യാത്രയെ ഭംഗിയാക്കി. അവൻ്റെ നിഴൽ എൻ്റെ നിഴലിനെ പുണരുന്നു, തിര കരയെ എന്ന പോലെ. അവൻ്റെ വിശുദ്ധ അനുയായികൾ തെളിച്ചു വച്ച ഈ വഴി, അവനിലേക്കുള്ള ഈ സുന്ദര വഴി രുചിച്ച് കൊതി തീരുന്നില്ല. അവനിലേക്കുള്ള വഴി അവൻ തന്നെയാണ്, ആ സ്നേഹം തന്നെയാണ് എന്നു പറയുന്നത് എത്രയോ എത്രയോ ശരിയാണ്. വർഷങ്ങൾക്കു ശേഷം അവൾ ചോദിച്ച ആ ചോദ്യത്തിന് അവൾ തന്നെ ഉത്തരമാകുന്നത് പോലെ നമ്മൾ ജീവിച്ച ഇടങ്ങളെയും കൂടെ ജീവിച്ച മനുഷ്യരെയും സ്നേഹം കൊണ്ട് മുമ്പത്തതിനേക്കാൾ മനോഹരമാക്കുക എന്നതല്ലേ മനുഷ്യ ജീവിതത്തിൻ്റെ നിയോഗം.
ദൈവത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞ് 1949 ഏപ്രിൽ 2 ചേർത്തലയിൽ ജന്മമെടുത്ത സന്യാസിനി സമൂഹമാണ് അസീസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റ് ASMI. സുവിശേഷം സ്വജീവിതത്തിൽ പകർത്തിയ ദൈവദാസൻ ജോസഫ് കണ്ടത്തിൽ അച്ഛനാൽ സ്ഥാപിതമായ ഈ സന്യാസ സഭ വളർച്ചയുടെ ആരംഭഘട്ടത്തിൽ പലവിധ പ്രതിസന്ധികളും നേരിടേണ്ടി വന്നെങ്കിലും ഇന്ന് വിടർന്നു ശോഭിക്കുന്ന സഭ അനേകായിരം മക്കൾക്ക് താങ്ങും തണലുമായി നിലകൊള്ളുന്നു. എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട് വീട്ടുകാരും നാട്ടുകാരും മാറ്റി നിർത്തിയ കുഷ്ഠരോഗികളെ സ്വന്തം സഹോദരങ്ങളായി കരുതി ശുശ്രൂഷിച്ചതുപോലെ കാലഘട്ടത്തിന്റെ മാറ്റത്തിനനുസരിച്ച് ക്യാൻസർ രോഗികൾക്കും ശാരീരിക മാനസിക വൈകല്യമുള്ളവരെയും സമൂഹത്തിൽ നിന്ന് അകറ്റപ്പെട്ടവരെയും നെഞ്ചോട് ചേർത്ത് ശുശ്രൂഷിക്കാൻ ഇന്ന് ഈ സന്യാസ സമൂഹം മുന്നിട്ട് നിൽക്കുന്നു. 75 ചരിത്ര വർഷങ്ങളിലെ വഴികളിലൂടെ നടന്നു നീങ്ങി പ്ലാറ്റിനം ജൂബിലി നിറവിലായിരിക്കുന്ന ASMI സന്യാസിനി സമൂഹത്തെ കരുതലും കാവലുമായി നല്ല തമ്പുരാൻ വഴി നടത്തുന്നു. കേരള ഡാമിയൻ എന്നറിയപ്പെടുന്ന സ്ഥാപക പിതാവ് കണ്ടത്തിൽ അച്ഛൻ ഒക്ടോബർ 24, 2019 ദൈവദാസ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു. 900ഓളം സന്യാസിനികൾ ഇന്ത്യയുടെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ജർമ്മനി, ഇറ്റലി, ആഫ്രിക്ക എന്നിവിടങ്ങളിൽ കരുണാർദ്ര സ്നേഹത്തിന്റെ വക്താക്കളായി തങ്ങളുടെ പ്രവർത്തനങ്ങൾ തുടരുന്നു. ASMI സന്യാസിനി സമൂഹത്തോട് ചേർന്ന് ദൈവിക പ്രവൃത്തികളെ നമുക്ക് നന്ദിയോടെ പ്രകീർത്തിക്കാം, അവർക്കായി പ്രാർത്ഥിക്കാം.